പ്രചരണ സമയം മുതൽ തന്നെ ട്രാൻസ്ഫറായി വന്ന വിപിൻ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടൊരു ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചരണ വാഹനങ്ങൾ തടഞ്ഞിടുകയും അത് പ്രവർത്തിപ്പിക്കാതെ മണിക്കൂർ കണക്കിന് തടഞ്ഞിട്ടുകൊണ്ട് BJPയുടെ പ്രചരണങ്ങളെ തടയുവാനുള്ള ശ്രമമാണ് CI വിപിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ക്ഷേത്ര ഉത്സവങ്ങൾ അലങ്കോലമാക്കി ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് CI വിപിന്റെ നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ CI വിപിന്റെ നേതൃത്വത്തിൽ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിരവധി തവണ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഭാരതീയ ജനതാ പാർട്ടി പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള CI വിപിൻ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കാച്ചാണി വാർഡിലെ മലമുകൾ എന്ന പ്രദേശത്ത് BJPയുടെ പ്രവർത്തകനും മലമുകളിലെ പള്ളിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ വിപിന്റെ വീട്ടിൽ ഒരു CPM അനുഭാവി പ്രവർത്തകൻ ചെയ്ത ഏറ്റവും മോശപ്പെട്ട സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റത്തിനെതിരെ കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാതെ ഈ CI വിപിൻ അവിടുത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് അവിടുത്തെ വീട്ടിലേക്ക് BJP പ്രവർത്തകന്റെ വീട്ടിലേക്ക് ഭീഷണിയുമായി പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ആ വന്ന ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പഴനിയാപിള്ള അദ്ദേഹം പോലീസ് പറഞ്ഞിട്ടാണ് വന്നത് എന്നാണ് അവിടെ വന്ന് സംസാരിച്ചത്. ഇത്തരത്തിൽ പോലീസ് ഏകപക്ഷീയമായി CPMന് അനുകൂലമായിട്ടും BJPക്ക് എതിരായിട്ടും നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു. അതിന്റെയൊക്കെ ഫലമായിട്ട് മലമുകളിൽ നമ്മുടെ പ്രവർത്തകന് വീട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടപ്പോഴും പോലീസ് വളരെ തന്ത്രപൂർവ്വം പോലീസിന്റെ സാന്നിധ്യത്തിൽ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ ബിനു എന്ന് പറയുന്ന പ്രവർത്തകനെയും കുടുംബത്തെയും കാറിൽ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. കൃത്യമായി പോലീസിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പോലീസുമായിട്ടുള്ള ധാരണ പ്രകാരം CPM പ്രവർത്തകർ ആ കാർ തടയുന്നു. ആ കാറിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർക്കുന്നു. ആ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടും പോലീസ് അനങ്ങാതെ നിന്ന സാഹചര്യത്തിലാണ് BJP പ്രവർത്തകർ അവിടെ എത്തിച്ചേരുന്നത്. തുടർന്ന് BJP പ്രവർത്തകർക്ക് നേരെ CPM നടത്തിയിട്ടുള്ള കല്ലേറും ആ കല്ലേറിൽ വെച്ച് പോലീസിന്റെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്നു. അള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവം ഉണ്ടാകുമെന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പിറകിലൊക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലായിരുന്ന സമയത്ത് അന്ന് ഈ അള്ള രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ഓരോ BJP RSS പ്രവർത്തകന്റെ നേരെ നടത്തിയിട്ടുള്ള മൃഗീയമായിട്ടുള്ള പീഡന പരമ്പരകളെല്ലാം തന്നെ ഒടുവിൽ നമ്മളെ കാര്യാലയങ്ങളും BJP ഓഫീസുകളും കയറി മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് കൂടി നിങ്ങൾ ഓർമ്മിക്കുക. കാക്കിയിട്ടുകൊണ്ട് ആ എടപ്പഴിഞ്ഞി ക്ഷേത്രത്തിൽ കയറി നമ്മുടെ പ്രവർത്തകരെ തല്ലിച്ചതച്ച ദീപു എന്ന് പറയുന്ന SI, ഇന്നലെ നമ്മുടെ വനിതാ പ്രവർത്തകരെ ആക്രമിക്കാൻ വന്ന നൗഫൽ എന്ന് പറയുന്ന പോലീസുകാരൻ, ഈ നമ്മുടെ തെരുവോരങ്ങളിൽ നമ്മൾ പറയാറുണ്ടല്ലോ തെരുവനായ ശല്യം, ആ പട്ടികൾ കടിക്കുന്നത് പോലെ നമ്മുടെ വനിതാ പ്രവർത്തകരെ കടിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ച വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോണം. നിങ്ങളുടെയും വീട്ടുകളിൽ ഇതുപോലുള്ള സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട്. അവർക്കും ഇതേ അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടാകും. അതിന് വലിയ കാലതാമസമില്ല എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്